സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവനുള്ള ഒരു മറുപടിയാണ് ഈശോ പറയുന്നത്. അവൻ ചോദിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കൽപ്പനകൾ പാലിക്കുക എന്ന് ഈശോ മറുപടി പറഞ്ഞു. ഏതാണ് കൽപ്പനകൾ? അവൻ വ്യക്തമായി കൽപ്പനകൾ ഓരോന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ യുവാവ് പറഞ്ഞു, ഞാനിതെല്ലാം അനുസരിക്കുന്നുണ്ട്, ഇനി ഇതിലും കൂടുതലായി എന്തെങ്കിലും ഞാൻ ചെയ്യണമോ? അപ്പോഴാണ് ഈശോയുടെ മറുപടി, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. അവനത് സാധിച്ചില്ല എന്നാണ് വചനം പറയുന്നത്. നമുക്ക് സാധിക്കുമോ? എല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത് ഈശോയെ അനുഗമിക്കാൻ സാധിക്കുന്ന ആർക്കൊക്കെ പറ്റും? ഉള്ളത് വിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. നിനക്കുള്ളതാണ് നീ വിൽക്കേണ്ടത്. ദൈവം നിനക്ക് ദാനമായിട്ട് തന്നിട്ടുള്ളതിനെ അല്ല നീ വിൽക്കേണ്ടത്, മറിച്ച് നീ ദൈവമായിട്ട് സമ്പാദിക്കാത്തവ, നീ തനിയെ ഉണ്ടാക്കിയവ, അത് നിന്റെ പാപമാണ്. അത് വിൽക്കുന്നുണ്ടോ? വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ അവകാശമില്ല. നമ്മൾ പലരും വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയാണ്. കുറച്ച് നാളത്തേക്ക് ആ പാപം ഒന്ന് വാടകയ്ക്ക് കൊടുക്കും, പിന്നെയും നമ്മളത് വീണ്ടും ആവർത്തിക്കും. അപ്പം നിനക്കുള്ളത് നീ വിൽക്കണം, പൂർണ്ണമായി അതിൻ്റെ അവകാശം ഉപേക്ഷിക്കണം. അതിന് നമ്മൾ 5 കാര്യങ്ങൾ കുമ്പസാരത്തിൽ ചെയ്യേണ്ടതുണ്ട്. പാപങ്ങളെ ഓർക്കണം, അനുതപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് തീരുമാനമെടുക്കണം, ഏറ്റുപറയണം, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം ചെയ്യണം. ഈ 5 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പൂർണ്ണമായി ഒരു വിൽപ്പന നമ്മിൽ നടക്കുകയുള്ളൂ. അങ്ങനെ വിൽപ്പന നടന്നാൽ അതിൽ പിന്നീട് അവകാശമില്ലാതെ വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് സ്വർഗം കൊടുക്കുന്ന സമ്മാനങ്ങളാണ് പരിശുദ്ധാത്മഫലങ്ങൾ. അവ വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. നിനക്കുള്ളത് കൊണ്ടേ കൊടുക്കാനല്ല പറയുന്നത്, നിനക്കുള്ളത് നീ വിൽക്കണം. അത് മേടിക്കാൻ വന്നത് തമ്പുരാൻ മാത്രമാണ്. അപ്പോൾ നിന്റെ പാപങ്ങൾ തമ്പുരാന് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സ്വർഗീയ സമ്മാനങ്ങളായ പരിശുദ്ധാത്മഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദൈവരാജ്യം നിന്റെ സ്വന്തമാകും. അങ്ങനെയുള്ളൊരു കൃപാജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.